Welcome you all to my class. I am Alvin Sebastian. I am going to take the subject Python programming. Before entering to the topics, let me check the introduction part. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ബെനഫിറ്റ്സ് ആൻഡ് യൂസസ് ഓഫ് ദി പൈത്തൺ ലാംഗ്വേജ്, പൈത്തൻ്റെ വെർഷൻസ്, ഫീച്ചേഴ്സ് ഓഫ് ദി പൈത്തൺ, അതുപോലെ നമ്മൾ ഏതൊക്കെ ആൾക്കാരാണ് ആക്ച്വലി ഇത് ഭാവിയിൽ പഠിക്കാൻ യൂസ് വരിക, ഏതൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ പൈത്തൺ ലാംഗ്വേജ് കൊണ്ട് യൂസ്ഫുൾ ആവുക, അതേപോലെ ഈ പൈത്തൺ ലാംഗ്വേജിൻ്റെ സ്കോപ്പ് എന്താണ്, ഫ്യൂച്ചർ യൂസസ് എന്തൊക്കെയാണ് വരിക, അതൊക്കെയാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ക്ലാസ്, ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ, പൈത്തൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് വെബ് അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ ഡാറ്റ സയൻസിൻ്റെ ഫീൽഡ്, അതുപോലെ മെഷീൻ ലേണിംഗ്, കോംപ്ലക്സ് ഡാറ്റ അനലൈസിസ്, റാപ്പിഡ് അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്സ്, ഇതിലൊക്കെയാണ് ആക്ച്വലി പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ പൈത്തൺ ലാംഗ്വേജിൽ വളരെ സിമ്പിൾ സിൻറ്റാക്സ് ആയതുകൊണ്ട് പ്രോഗ്രാമേഴ്സിനെ അവരുടെ ലോജിക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറഞ്ഞ ലൈൻസ് കോഡ് മാത്രമേ വേണ്ടി വരുള്ളൂ. പിന്നെ അടുത്തത്, വളരെ കുറഞ്ഞ ലാംഗ്വേജസിനാണ് യൂണിവേഴ്സലി വൈഡ് റേഞ്ച് ആയിട്ടൊരു അപ്ലിക്കബിലിറ്റി ഉണ്ടാവുള്ളൂ. അത്തരത്തിലൊരു ലാംഗ്വേജ് ആണ് പൈത്തൺ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് പൈത്തൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് പൈത്തൻ്റെ 2 ഡിഫറെൻറ്റ് വെർഷൻസിലേക്ക് കടക്കാം. പൈത്തൻ്റെ 2 ഡിഫറെൻറ്റ് വെർഷൻസ് ആണ് പൈത്തൺ 2, പൈത്തൺ 3. ഈ പൈത്തൻ്റെ വെർഷൻ 2 ആണ് ഇപ്പോൾ വൈഡ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നത് പൈത്തൺ വെർഷൻ 2 ആണ്. എന്നാൽ ഈ പൈത്തൺ വെർഷൻ 3 ആണ് ഇപ്പോൾ ഫാസ്റ്റ്ലി ഗ്രോ ചെയ്യുന്നത്. അതായത് പുതിയ റിയൽ വേൾഡ് അപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പൈത്തൻ്റെ വെർഷൻ 3 ആണ്. നെക്സ്റ്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ പൈത്തൺ 3യിൽ ഇൻറ്റീജർ ഡിവിഷൻ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് 2 നമ്പർ ഇപ്പോൾ 5/2 നമ്മൾ ഡിവിഷൻ ചെയ്യാണ്. പൈത്തൺ 3 എന്ന മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് എന്താ കിട്ടേണ്ടത്? ആക്ച്വലി 2.5 ആണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. എന്നാൽ ഈ 2.5 തന്നെ പൈത്തൺ 3യിൽ കറക്റ്റ് വാല്യൂ കിട്ടും, ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ റിസൾട്ടായിട്ട് കിട്ടും. അതിന് വേറെ അഡീഷണൽ ആയിട്ട് നമ്മൾ കോഡിൽ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ പൈത്തൺ 2ൽ നമ്മൾ എക്സ്ട്രാ ചേഞ്ച് വരുത്തേണ്ടി വരിക. അല്ലെങ്കിൽ നോർമലി ഈ 5/2 എന്ന റിസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 2 എന്നായിരിക്കും റിസൾട്ട് വരിക. അതാണ് പൈത്തൺ 3 പൈത്തൺ 2 നമ്മൾ ചെറിയൊരു ഒരു ഡിഫറൻസ് പറഞ്ഞത്. ഇതുപോലെ പ്ലെൻറ്റി ഓഫ് ഡിഫറൻസസ് ഈ പൈത്തൺ 3യും പൈത്തൺ 2യും തമ്മിലുണ്ട്. പിന്നെ ഒരു ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ 2ൽ സ്ട്രിങ്സ് സേവ് ചെയ്യുന്നത് ആസ്കി വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ പൈത്തൺ 3ൽ സ്ട്രിങ്സ് യൂണിക്കോഡ് വെച്ചിട്ടാണ് സേവ് ചെയ്യുന്നത്. അത് യൂണിക്കോഡ് എന്ന മെത്തേഡാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരിക. അതുപോലെ തന്നെ ഈ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഹലോ എന്ന് നമ്മളിപ്പോൾ നോർമലി പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ചുമ്മാ പ്രിൻറ്റ് സ്പേസ് ഇടുക, ഒരു കോഡ്സിൻ്റെ ഉള്ളിൽ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തൺ 2ൽ പ്രിൻ്റ് ആവും. എന്നാൽ പൈത്തൺ 3ൽ അത് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോഡ്സിൻ്റെ ഉള്ളിൽ ഹലോ, പ്രിൻറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഹലോ, അങ്ങനെ കൊടുത്താലാണ് പൈത്തൺ 3ൽ പ്രിൻ്റ് ആവുക. അപ്പോൾ ഈ പൈത്തൺ 2യും പൈത്തൺ 3യും തമ്മിൽ കുറേ ഡിഫറൻസസ് ഞാൻ പറഞ്ഞു. ഇത്രയും ഡിഫറൻസസ് ഞാൻ പറയാൻ കാരണം പൈത്തൺ 3 കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അതായത് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് വരുന്ന ആപ്ലിക്കേഷൻസിലും ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന എല്ലാ പ്രൊജക്റ്റുകളും പൈത്തൺ 3യിലാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടി അതിന് കംഫർട്ടായിട്ട് വരുന്നത്. അതിന് വേണ്ടി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ആക്ച്വലി പൈത്തൺ 3. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ പൈത്തൻ്റെ കുറച്ച് വെർഷൻസ് ആണ് പറയുന്നത്. അതായത് പൈത്തൺ വെർഷൻ 1, 1.5. വെർഷൻ 1 ആണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1994ലാണ്. ജനുവരി 1994ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 1.5, 1.6, 2 വെർഷൻ 2.0 ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒക്ടോബർ 16, 2000ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ അങ്ങനെ ഓരോ ഇയർ കഴിയുന്നതനുസരിച്ച് ചേഞ്ച് വന്ന് ലാസ്റ്റ് പൈത്തൺ 3 ഡിസംബർ 3, 2008ലാണ്. പിന്നെ അതിൻ്റെ ഹയസ്റ്റ് വെർഷൻ 3.8 വരെ ഇപ്പോൾ 2019 ഒക്ടോബർ 14, 2019ലാണ് അടുത്ത 3.8. ഇപ്പം നമ്മൾ കറൻ്റ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തൺ 3.8 ആണ്. ആക്ച്വലി പൈത്തൺ 3 തന്നെ അതിൽ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ഈ വെർഷൻ 0.1, 0.3 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസിൽ വന്നുള്ള ചേഞ്ചുകൾ വരിക. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പറയുന്നത് പൈത്തൻ്റെ ഹിസ്റ്ററിയാണ്. പൈത്തൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ ഫസ്റ്റ് ഫൗണ്ടേഷൻ വരുന്നത് 1980സിലാണ്. 1980സിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്നാൽ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡിസംബർ 1989ൽ. ഗോയ്ഡോ വാൻ റസോൻ എന്ന് പറഞ്ഞ ആൾ നെതർലാൻഡിലാണ് ആക്ച്വലി പൈത്തൺ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നെക്സ്റ്റ് ഫെബ്രുവരി 1991ലാണ് ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റത്തെ കോഡ് പബ്ലിഷ് ചെയ്യുന്നത്. വെർഷൻ 0.9.0 എന്നൊരു വെർഷനായിട്ട് ഫസ്റ്റത്തെ കോഡ് പബ്ലിഷ് ചെയ്യുന്നത്.
ആക്ച്വലി 1994 തന്നെയാണ് പൈത്തൻ്റെ വെർഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. വെർഷൻ 1.0 എന്ന് പറഞ്ഞ് റിലീസ് ചെയ്തിട്ടുള്ള അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലാംഡ, മാപ്പ്, ഫിൽറ്റർ, റെഡ്യൂസ് അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 1994 ആക്ച്വലി പൈത്തൻ്റെ വെർഷൻ 1.0 ഫസ്റ്റ് റിലീസ് ചെയ്തത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പൈത്തൻ്റെ 2.0 വെർഷൻ 2 റിലീസ് ചെയ്തിട്ടുള്ളത് 2000 അതിൽ എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കോംപ്രിഹെൻഷൻ, ഗാർബേജ് കളക്ഷൻ സിസ്റ്റം, അങ്ങനെ 2-3 ഫീച്ചേഴ്സ് എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെ 2-3 ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പൈത്തൻ്റെ വെർഷൻ 2 റിലീസ് ചെയ്തത്. അതാണ് ആക്ച്വലി ഇപ്പോൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് പൈത്തൻ്റെ വെർഷൻ 2 ആണ്. അതുപോലെ പിന്നീട് അവിടുന്ന് വെർഷൻ 3.0 ഡിസംബർ 3, 2008 റിലീസ് ചെയ്തു. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് അങ്ങനെ പൈത്തൺ 3ൽ വന്നു. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും പൈത്തൺ 3ലാണ് ആക്ച്വലി റൺ ചെയ്യുന്നത്. അതായത് പൈത്തണിലാണ് ആക്ച്വലി അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മിക്കതും പൈത്തൺ 3ലായിരിക്കും. ഇപ്പോൾ പൈത്തൺ 2ലൊക്കെ വർക്ക് ചെയ്തിരുന്ന മിക്ക ആപ്ലിക്കേഷൻസും പൈത്തൺ 3ലേക്ക് അപ്ഗ്രേഡ് ആയിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഇപ്പോൾ ഞാൻ പൈത്തൻ്റെ വെർഷൻസും ഹിസ്റ്ററിയും പറഞ്ഞത് ആക്ച്വലി ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അതൊന്നും എക്സാമിനൊന്നും വരുന്നതല്ല. നമുക്ക് നെക്സ്റ്റ് പൈത്തൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഫീച്ചേഴ്സ് ഓഫ് ദി പൈത്തൺ ആണ് അടുത്ത സ്ലൈഡ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് പൈത്തൺ പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പൈത്തണിൽ. ആക്ച്വലി ഞാൻ പഠിക്കാൻ ഒരു ഈസി മെത്തേഡിൽ ഞാൻ ആക്ച്വലി ഒരു 7 ഫീച്ചേഴ്സായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആക്ച്വലി അതിൽ പറയണത്. അതിൽ ഫസ്റ്റത്തെ ഫീച്ചറാണ് ഹൈ ലെവൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, സെക്കൻഡ് ഫ്രീ ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ്, തേർഡ് interpreted language, 4 easy to learn, 5 object oriented language, 6 platform independent, 7 integrated language. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ഹൈ ലെവൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തണിൽ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ലാംഗ്വേജ് എലമെൻറ്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ പ്രോഗ്രാം എഴുതാനായിട്ട് വളരെ സിമ്പിളാണ്. അതുപോലെ എഴുതിയ പ്രോഗ്രാം മോർ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വൈഡ് വെറൈറ്റീസ് ഓഫ് ടെക്സ്റ്റ് പ്രോസസ്സിങ്ങിനും സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, ഇൻ്റർനെറ്റ് റിലേറ്റഡ് ടാസ്കുകൾ പെർഫോം ചെയ്യാനൊക്കെ ഈ പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഫീച്ചർ ഈസ് ഫ്രീ ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ്. മറ്റുള്ള എല്ലാ ലാംഗ്വേജിൻ്റെ പോലെയൊക്കെ തന്നെ പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീലി യൂസബിൾ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടബിൾ ലാംഗ്വേജ് ആണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാൻ എല്ലാ ഓപ്ഷനും പൈത്തൺ ലാംഗ്വേജിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ ഈവൻ കമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർസ് ബിൽഡ് ചെയ്യാനും നമുക്ക് ഈ പൈത്തൺ ലാംഗ്വേജ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഈ പൈത്തൺ ലാംഗ്വേജിൻ്റെ ഡൗൺലോഡിങ്ങും ഇൻസ്റ്റാളിങ്ങും, അതായത് വിൻഡോസ് പി സിയിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് ഫീച്ചർ ഈസ് ഇൻ്റർപ്രെറ്റഡ് ലാംഗ്വേജ്. പൈത്തൺ മെൻഷൻ ചെയ്യുന്നത് ഒരു ഇൻ്റർപ്രെറ്റഡ് ലാംഗ്വേജ് എന്നാണ്. പക്ഷേ ആക്ച്വലി പൈത്തൻ്റെ കോഡ് ഫസ്റ്റ് കമ്പൈൽ ചെയ്തിട്ട് പിന്നെയാണ് ഇൻ്റർപ്രെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കമ്പൈലേഷൻ പാർട്ട് പ്രോഗ്രാമേഴ്സിന് ഹിഡൻ ആണെന്ന് മാത്രം. നെക്സ്റ്റ് ഫോർത്ത് ഫീച്ചറാണ് ഈസി ടു ലേൺ. ഈ ഫീച്ചർ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഇത് മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇല്ലാത്തതാണ്. അതായത് ഇതിൻ്റെ സിൻടാക്സ് വളരെ ഈസിയാണ്. അതുപോലെ കോഡ് ഏതൊരു പ്രോഗ്രാമറിനും വേറെ ഏതെങ്കിലും ജാവ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാമർ സ്റ്റഡി ചെയ്തൊരു വ്യക്തിക്കായാലും പൈത്തൻ്റെ കോഡ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അതായത് അതിൻ്റെ സിൻടാക്സ് വളരെ ഈസി ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഒരു ഹലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കോഡ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ആവും. അതിന് വേണ്ടി ആക്ച്വലി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കോഡ് എഴുതുക, എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരിക, അങ്ങനത്തെ ഒരു പ്രത്യേക സിൻടാക്സ് കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഈ പൈത്തൺ ലാംഗ്വേജിനില്ല. അതുകൊണ്ടാണ് പൈത്തൺ ലാംഗ്വേജ് വളരെ ഈസിയാണെന്ന് പറയുന്നത്. ഫിഫ്ത്ത് ഫീച്ചർ ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ഇത് പൈത്തൻ്റെ ആക്ച്വലി ഒരു കീ ഫീച്ചർ എന്ന് പറയും. പൈത്തൺ ഊപ്സിൻ്റെ മിക്ക കോൺസെപ്റ്റുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസസ്, ഒബ്ജക്റ്റ് എൻക്യാപ്സുലേഷൻ, ഓപ്പറേറ്റർ ഓവർലോഡിങ്, അങ്ങനെ ഒരുവിധം എല്ലാ ഊപ്സ് കൺസെപ്റ്റുകളും പൈത്തൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിക്സ്ത് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ് ആണ്. നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോഡ് നമ്മൾ വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്തു. വിൻഡോസ് 10ൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു കോഡ് നമുക്ക് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ലിനക്സിലായാലും യുണിക്സിലായാലും മാക്കോയ്സിലായാലും നമുക്ക് ഒരേപോലെ സെയിം ലോജിക്ക് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും. സെവൻത്ത് ആൻഡ് ലാസ്റ്റ് ഫീച്ചറാണ് ഇൻ്റഗ്രേറ്റഡ് ലാംഗ്വേജ്. പൈത്തൺ ഒരു ഇൻ്റഗ്രേറ്റഡ് ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം പൈത്തൻ്റെ കോഡിനോടൊപ്പം തന്നെ മറ്റുള്ള പല ലാംഗ്വേജസിൻ്റെ കോഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
അതുകൊണ്ടാണ് ആക്ച്വലി പൈത്തനെ ഒരു ഇൻ്റഗ്രേറ്റഡ് ലാംഗ്വേജ് എന്ന് പറയാം. ഇതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൻ്റെ കോഡ് ലൈൻ ബൈ ലൈൻ ആയിട്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പൈത്തൺ ഓവർ അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അതായത് മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നിന്ന് പൈത്തൺ മാത്രമായിട്ടുള്ള 2 അഡ്വാൻറ്റേജസ് മാത്രമാണ് ഞാനിവിടെ ഈ സ്ലൈഡിൽ പറയുന്നത്. ഫസ്റ്റത്തെ പോയിൻ്റ് ലെസ് കോഡിംഗ് ആണ്. പിന്നെ സെക്കൻഡ് സ്മോൾ ടു ബിഗ് ലെവൽ. അപ്പോൾ എന്താണ് ലെസ് കോഡിംഗ് എന്ന് നമുക്ക് നോക്കാം. അതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. അതായത് 7 ലൈൻസിൽ ഒരു ജാവ പ്രോഗ്രാമോ അല്ലെങ്കിൽ CPP പ്രോഗ്രാമിൽ എഴുതിയിട്ടുള്ള ഒരു കോഡ് അതേ സെയിം ലോജിക്കിൽ ഒരു 3 ലൈൻസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പൈത്തൺ ലാംഗ്വേജിൽ നമുക്കത് എഴുതാം. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെസ് സ്പേസ് മതി ആ പ്രോഗ്രാം കോഡ് ചെയ്യാൻ, വളരെ കുറഞ്ഞ ടൈം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കോഡിൽ എന്തെങ്കിലും എറർ വരികയോ എന്തെങ്കിലും പിന്നീട് തിരുത്തൽ ആവശ്യം വരുന്ന അവസരങ്ങളിൽ ഫാസ്റ്റായിട്ട് നമുക്ക് കോഡ് കറക്ഷൻസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് പോയിൻ്റ് സ്മോൾ ടു ബിഗ് ലെവൽ. അതായത് സ്മോൾ സ്കെയിൽ കമ്പനീസിന് മാത്രമല്ല ഈ പൈത്തൺ ലാംഗ്വേജ് സൂട്ടായിട്ടുള്ളത്. നമ്മുടെ ഹൈ എൻഡ് കമ്പനീസ് ഗൂഗിൾ വരെ ഈ പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, സ്പോട്ടിഫൈ എന്ന അപ്ലിക്കേഷൻസും പൈത്തൺ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആൻഡ് ഓൺലി വൺ ഡിസഡ്വാൻറ്റേജ് ആണ് സ്ലൈറ്റ്ലി സ്ലോവർ സ്പീഡ്. മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ വെച്ച് നോക്കുമ്പോൾ പൈത്തൻ്റെ കോഡ് സ്ലൈറ്റ്ലി സ്ലോവർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. പക്ഷേ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലെസ് ലൈൻസ് ഓഫ് കോഡ്സ് ആണ് പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ലോവർ സ്പീഡ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല. Now in next slide we are looking for scope of Python. അപ്പോൾ ഡെയിലി ലൈഫിൽ അൾട്ടിമേറ്റ്ലി ആയിട്ട് നമ്മുടെ പൈത്തൻ്റെ സ്കോപ്പ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അഡ്വാൻറ്റേജസ് തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ. ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ അവരുടെ പ്രൊജക്റ്റിൻ്റെ ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ആക്ച്വലി പൈത്തൺ ആണ്. കാരണം ഇത് ഈസി ആയിട്ട് കോഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് ഒരുപാട് IT കമ്പനീസ് ഇന്ത്യയിലുള്ള തന്നെ ഒരുപാട് IT കമ്പനീസ് 2 lakhs ഓഫ് about 2 lakhs ഓഫ് ജോബ് വാക്കൻസീസ് ആണ് ആക്ച്വലി ഈ പൈത്തൺ ഫീൽഡിൽ വരുന്നത്. അതിൽ അതിൻ്റെ എക്സാമ്പിൾ പറയും റിസർച്ച് അനലിസ്റ്റ്, പൈത്തൺ ഡെവലപ്പർ, ഡാറ്റ അനലിസ്റ്റ്, അങ്ങനെ എക്സെട്ര ഒരുപാട് ജോബ് വാക്കൻസീസ് പൈത്തൺ ലാംഗ്വേജ് നമ്മൾ പഠിച്ചുകൊണ്ടുള്ള യൂസസ് ഉണ്ട്. നെക്സ്റ്റ് സ്ലൈഡിൽ പൈത്തൺ അപ്ലിക്കേഷൻ ഏരിയ, അതായത് പൈത്തൻ്റെ കോഡ് ഏതൊക്കെ ലെവലിൽ ഏതൊക്കെ അപ്ലിക്കേഷൻസിൽ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റത്തെ വെബ് അപ്ലിക്കേഷൻസിൽ, സെക്കൻഡ് ഡെസ്ക്ടോപ്പ് UI അപ്ലിക്കേഷൻസ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഒക്കെ വരുന്ന അപ്ലിക്കേഷൻസിൽ, പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സയൻറ്റിഫിക് ആൻഡ് ന്യൂമറിക്, ബിസിനസ് അപ്ലിക്കേഷൻസ്, കൺസോൾ ബേസ്ഡ് അപ്ലിക്കേഷൻസ്, ഓഡിയോ ഓർ വീഡിയോ ബേസ്ഡ് അപ്ലിക്കേഷൻസ്, 3D CAD അപ്ലിക്കേഷൻസിൽ, എൻ്റർപ്രൈസ് അപ്ലിക്കേഷൻസിലെ അപ്ലിക്കേഷൻസ് ഫോർ ഇമേജസ്. മുന്നേ പൈത്തൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഞാൻ പൈത്തൺ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറയുന്നു, ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഫസ്റ്റ് ഡൗൺലോഡിങ് പൈത്തൺ. അപ്പോൾ ഈ സ്ലൈഡിൽ ഞാൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു 5 സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞിടുന്നുള്ളൂ. അപ്പോൾ അതിലാദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ www.python.org എന്ന വെബ്സൈറ്റിൽ പോവുക. അതിൽ ടോപ്പിൽ തന്നെ ഡൗൺലോഡ്സ് എടുക്കുന്നുണ്ടാവും. ആ ഡൗൺലോഡ്സിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് വെച്ചാൽ വിൻഡോസ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്കിൽ വിൻഡോസ് സെലക്ട് ചെയ്യുക. അതിൽ ലേറ്റസ്റ്റ് വെർഷൻ 3.8.5 2 വെർഷൻസ് അതിൽ കാണും. അതായത് ഒന്ന് പൈത്തൺ 2ൻ്റെ വെർഷൻ ആയിരിക്കും, ഒന്ന് പൈത്തൺ 3യുടെ വെർഷൻ ആയിരിക്കും. പൈത്തൺ 3 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. പൈത്തൺ 3.8 എന്നുള്ളത് ലേറ്റസ്റ്റ് വെർഷൻ സെലക്ട് ചെയ്യുക. അതിൽ 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ, അതിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ അതിനനുസരിതമായിട്ട് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതാണ് ആക്ച്വലി ഒരു 5 സ്റ്റെപ്സ്. അപ്പോൾ നെക്സ്റ്റ് വി ക്യാൻ ഗോ ത്രൂ ദി വീഡിയോ. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിത് ക്യാൻസൽ ചെയ്യാണ്. അപ്പം നമ്മളങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് 4 സ്റ്റെപ്പ് ഞാൻ പറയുന്നുണ്ട്.
ജസ്റ്റ് നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഇൻ്റർഫേസ് വരും. അതിൻ്റെ അകത്ത് അടിയിലായിട്ട് ഒരു ഡയറക്ടറി ആഡ് ചെയ്യണം. അതായത് പൈത്തൻ്റെ ഡയറക്ടറി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിലോട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഡയറക്ടറി ടിക്കറ്റ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മുകളിൽ ഇൻസ്റ്റാൾ ബട്ടൺ കൊടുക്കുക. അപ്പോൾ നോർമലി അത് ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇൻസ്റ്റാൾ ആയി വരും. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻ്റർഫേസ് ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈത്തൺ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാളായി. ഇനി റൺ എ സാമ്പിൾ പ്രോഗ്രാം. നമുക്കൊരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. അതിന് 6 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഓപ്പൺ നോട്ട് പാഡ് ആൻഡ് ടൈപ്പ് ദി കോഡ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ആ പ്രോഗ്രാം സേവ് ചെയ്യുക. പ്രോഗ്രാം നെയിം .py എന്ന ഫോർമാറ്റിൽ സേവ് ചെയ്യുക. പിന്നെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക തേർഡ് സ്റ്റെപ്പിൽ. ഫോർത്ത് സ്റ്റെപ്പിൽ കമാൻഡ് പ്രോംപ്റ്റിൽ CD സ്പേസ് ലൊക്കേഷൻ പാത്ത്, ഏതാണ് ലൊക്കേഷൻ അത് പാത്ത് അടിച്ചു കൊടുക്കുക. പ്രസ് എൻ്റർ പ്രസ് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താണ്, നമ്മൾ പ്രോഗ്രാം നെയിം പൈത്തൺ സ്പേസ് പ്രോഗ്രാം നെയിം .py എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് എററൊന്നും ഇല്ല കോഡിൽ എന്നുണ്ടെങ്കിൽ നോർമലി കമാൻഡ് പ്രോംപ്റ്റിൽ തന്നെ ഔട്ട്പുട്ട് കാണിക്കും. ആക്ച്വലി ഇത്രയും സ്പീഡിൽ പറഞ്ഞപ്പോൾ മനസ്സിലാവാത്ത പോലെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഞാനത് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കുന്നത് ഒരു എക്സാമ്പിൾ പ്രോഗ്രാം 2 നമ്പർ ആഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ 2 വേരിയബിളിലേക്ക് 2 വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് num1 എന്ന വാല്യൂവിൽ 5 എന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഒരു വേരിയബിൾ എടുത്തത് num2 എന്ന വേരിയബിളിൽ 2 എന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് സം എന്നൊരു വേരിയബിളിൽ നമ്മൾ പ്രിൻ്റല്ല 2 നമ്പർ ആഡ് ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് സം എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് num1 പ്ലസ് num2 ഇത് കൊടുത്തു. അപ്പോൾ സം എന്നുള്ള അതിൽ റിസൾട്ട് വരും നമ്മൾ റൺ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നമുക്കത് വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണമല്ലോ. അപ്പോൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രിൻറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ, അതായത് ആദ്യം ഈ സം ഈസ് എന്നൊരു വാല്യൂ നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സം ഈസ് പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് കോഡ്സിനുള്ളിൽ കൊടുക്കാൻ പറഞ്ഞിരുന്നു. കോഡ്സിനുള്ളിൽ കൊടുക്കുക, കഴിഞ്ഞിട്ട് സ്പേസ് ഇടുക, ഒരു കോമ ഇടുക. അതിനുശേഷം നമുക്ക് സം എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ സമ്മിൽ കിടക്കുന്ന വാല്യൂ അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നോർമലി സേവ് ചെയ്യുക. അപ്പോൾ സേവ് ആസ് ഞെക്കുന്നതായിരിക്കും നല്ലത്. സേവ് ആസിൽ അടിയിൽ സേവ് ആസ് ടൈപ്പ് ഓൾ ഫയൽസ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഫയൽ നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ sum1.py എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് py എന്ന് ടൈപ്പ് ചെയ്യണം, എന്നാലേ വർക്ക് ചെയ്യുള്ളൂ. py എന്ന് സേവ് ചെയ്യാം. അതിനുശേഷം നോർമലി സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് cmd, അതായത് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് അതിനകത്ത് ആദ്യം ലൊക്കേഷൻ കൊടുക്കുക. ലൊക്കേഷനാണ് ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ CD സ്പേസ് ഡെസ്ക്ടോപ്പ്, വേറെ ഫോൾഡറിലാണെന്നുണ്ടെങ്കിൽ CD സ്പേസ് ഡെസ്ക്ടോപ്പ് സ്പേസ് എന്ന് വെച്ചിട്ട് ആ ഫോൾഡറിൻ്റെ പേര് കൊടുക്കുക, സ്ലാഷ് ഇട്ടിട്ട്. അതിനുശേഷം നോർമലി പൈത്തൺ സ്പേസ് നമ്മൾ പ്രോഗ്രാമിൻ്റെ പേര് sum.py എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ലാസ്റ്റ് സം ഈസ് ഈക്വൽ ടു 7 എന്നിട്ട് ഔട്ട്പുട്ട് വന്നു. നെക്സ്റ്റ് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യണത്. ജസ്റ്റ് നോർമലി പ്രിൻ്റ് എന്ന് കൊടുത്തു, അതിൻ്റെ അകത്തൊരു വേരിയബിൾ കൊടുത്തു, അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. നെക്സ്റ്റ് ലൊക്കേഷൻ CD സ്പേസ് ഡെസ്ക്ടോപ്പ് ലൊക്കേഷൻ കൊടുത്തതിന് ശേഷം പൈത്തൺ സ്പേസ് program.py കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് നോർമലി പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ.